Welcome part 2 to our watching of Pawn Man. Or otherwise known as Chew Boobs. Welcome to Strategy. You can see full and cover version of this and other Malayali films. You get it with Patreon or membership. Patreon, the uncut version's there. And let's get back into this, huh? Okay. Ow. Oh, shoot. Oh, mamacita. Oh. ഇത് പോയാലാടാ എൻ്റെ ജീവിതം കോഞ്ഞാട്ടയാണ്. ഇവിടെ നിനക്ക് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ നീ കൊണ്ടുപോകും. You guys are not good people. ഞാനിവിടെ ഈ ലോഡ്ജിൽ സ്വർണം കിട്ടുന്നവരെ അല്ലെങ്കിൽ ചാവുന്നിടം. നീ ഒന്നും പൊന്നുണ്ടായി കൊടുക്കണം എന്നല്ല പറഞ്ഞത്. ആ പെണ്ണത് കൊടുക്കത്തില്ലെന്ന് കട്ടായം പറഞ്ഞേക്കുവാ. അവനെ ആ ലോഡ്ജിൽ കിടക്കുവാ. നിങ്ങളാ തള്ളെ വിളിച്ച് എന്തേലും ഒരു വഴി ഉണ്ടാക്കും. അവളത് പറഞ്ഞല്ലോടാ. ആ കടപ്പുറത്തൂടെ എത്ര ദൂരം തലങ്ങും വിലങ്ങും ഞാൻ എടുത്തോണ്ട് നടന്നാടാ അവളെ. പിന്നെ വലിയ ബുദ്ധിമുട്ടുള്ള പണിയല്ലേ എടുത്തോണ്ട് നടക്കൽ. ഓടയാണ്. Was that mom again telling him Kill him? kill him? That's what it seems like. Who sleeps like that? I was just gonna say that. He's gonna. There's no way that's gonna hold him. No. You didn't kill yourself? I didn't see this coming. പട്ടി ആകെപ്പാടുള്ള ഒരു നല്ല കയ്യില് എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയടാ. നീ കയറി തൂങ്ങി അവർ തിരിച്ചെടുക്കോ. പാർട്ടി എന്റെ ചോരയാടാ. അതല്ലാതെ എനിക്ക് പറ്റൂല. എന്റെ സ്വർണം പറ്റിച്ച് നിന്റെ പെങ്ങള് പോയി. ഫിനാൻഷ്യത്തിന്റെ മുമ്പിൽ ആ കള്ളനായി എന്റെ ജീവിതത്തിന്റെ അടിക്കലാണ് ഇളകി കിടക്കുന്നത്. ഞാനല്ലടാ കയറി തൂങ്ങണ്ടത്. എടാ നമ്മുടെ കാരണവന്മാരായിട്ട് 10 പൈസ നമുക്ക് ഉണ്ടാക്കി തന്നിട്ടില്ല. പക്ഷെ നമ്മൾ പിഴയ്ക്കും. കിട്ടുന്ന സിറ്റുവേഷനിലെല്ലാം എൻജോയ് ചെയ്യും. അല്ലാത്ത സിറ്റുവേഷനിലെല്ലാം ഫൈറ്റ് ചെയ്യും. അതാണ് ലൈഫ്. നീ എന്താ പപ്പ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത? ആംബർ ഒരു അബദ്ധം പറ്റി പോകണം. അവളെ ഏത് കോണത്തിലേക്കാ പോയി അത് പറ. ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. തല വെട്ടിച്ചെറിയലേക്കാ. തല വെട്ടിച്ചെറിയിലേക്കാ? എങ്കിൽ നീ അത് വിളിച്ചു പറയണ്ടടാ പുല്ലേ. നീ അതും കൊണ്ട് മുങ്ങിയെന്നാണ് പപ്പ വിചാരിച്ചിരിക്കണം. വേറെ ആരുടെ കയ്യിൽ നിന്ന് പ്രതീക്ഷിച്ചാലും നിന്റെ കയ്യിൽ നിന്ന്. ഗോപാൽട്ട് മുതലായിട്ട് പറഞ്ഞേക്ക് ഇത് രാജേഷ് തീർക്കൊന്ന് ഒറ്റയ്ക്ക് സ്വർണം കൊണ്ട് ഞാൻ കൊല്ലത്ത് വന്നിരിക്കും 2 ദിവസത്തിനകം. ടാക്സും കോപ്പൊന്നും ഇല്ലാത്ത ഇടപാടാ. വേറെ ഒരു വഴിക്കും നമുക്കിത് മേടിച്ചെടുക്കാൻ പറ്റൂല. അറിയാലോ? അറിയാം. നീ ആ മരിയാനകളെ നമ്പറും കന്ന്. എന്തിനാ? താടെ കാര്യമുണ്ട്. 1-2 കുപ്പി മിലിറ്ററി ഇട്ടിട്ടുണ്ട്. നാളെ രാത്രി ഞങ്ങൾ അതുമായിട്ട് അങ്ങോട്ട് വന്നാലോ എന്ന് ആലോചിക്കുക. അളിയന്റെ പണിയൊക്കെ ഒന്ന് കാണുകയും ചെയ്യാം. നമുക്കൊക്കെ ഒന്ന് കൂടുകയും ചെയ്യാം. കെട്ടില് ചെമ്മീൻ ചുമ്മാ കിടന്ന് തിളക്കണല്ലോ. ഇത്തിരി തീ ഇട്ടിരുന്ന് കുറച്ചെടുത്ത് വറക്കായിരുന്നു ഇല്ലളിയാ. നിന്റെ കുക്കിരി എടുത്ത് വറക്കത്തേ ഉള്ളൂ. ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ പോലെ വളർത്തുന്ന. പിന്നെ മുതലാളി അറിയും. പണി പോകുമ്പോ ഞാനും അറിയും. നീ കിട്ടിയതടിച്ചിട്ട് പോടാ. Bora! ഒന്നും മറക്കത്തുമില്ല. അറിഞ്ഞൂടല്ല. കുറച്ച് ചെമ്മീൻ കിട്ടിയിരുന്നെങ്കിൽ അത് വറക്കായിരുന്നു. അളിയന്റെ മുതലാളിയും ദൈവമൊക്കെ പുറകെ കാണും. നാളെ വെളുപ്പിന് 3 മണിക്ക് കുഴിയന്തോടെ ചായക്കടയിൽ അവൻ വരണം. അതല്ല വേറെ വല്ല ഉദ്ദേശം എന്റെ മനസ്സിലുണ്ടേല്. ആണാണെങ്കിൽ അവൻ പറയട്ടെ. നീ പറഞ്ഞാ മതി. കല്ലിന്റെ പുറത്ത് പറ്റിപ്പോയാണ്. അളിയെ ക്ഷമിച്ചോളൂ. ക്ഷമിക്കാനാ ഞാനാ? നിന്റെ പുള്ളിന്റെ അടുത്ത് ഞാൻ ഇതിനാണ് ക്ഷമിക്കുന്നത്. അജേഷ് കുത്തിനെ പിടിച്ചു പറഞ്ഞെങ്കിൽ അതിനൊരു കാരണമുണ്ട്. എന്റെ പ്ലാൻ. എനിക്ക് അപ്പം തന്നെ റിസൾട്ടും കിട്ടി. എന്താ അവന്റെ പേര്? പേര് എന്തോ അവന്റെ ഉദ്ദേശം? അറിഞ്ഞൂടാ. അവന്റെ പേര് അജേഷ്. ആ അജേഷ്. അവന് നീ ആയിട്ടുള്ള കറക്റ്റ് ബന്ധം പേപ്പറിൽ എഴുതി കിട്ടാ. രണ്ടാമത്തെ കുഞ്ഞമ്മയുടെ ഭർത്താവിന്റെ സഹോദരിയുടെ. ഇനി നിന്റെ മമ്മയും കുത്തിത്താ. കുത്ത്. അവനായിട്ടുള്ള ബന്ധം എന്തുവാന്ന് പറഞ്ഞേ?
അതവക്കറിയാലോ. ഇത് ഭയങ്കര നമ്പറായി പോലും. ഞങ്ങളവന് കുറച്ച് സ്വർണം കൊടുക്കുന്നുണ്ട്. ഏത് സ്വർണം? നീ ഇട്ടോണ്ടിരുന്ന സ്വർണത്തിന്റെ കാര്യം ഒന്ന് പറയുന്നേ. ബാക്കി 10-12 പവനുണ്ടെന്ന് അവൻ പറയുന്നു. 12 പവനാ? നീ നിന്റെ തള്ളെ കൂടി ഞങ്ങളെ കുളിപ്പിച്ചെടുത്താന്ന് വിചാരിച്ചു. വല്ലോനും പറ്റിച്ച പൊന്നും കൊണ്ട് അവിടെ വന്നേക്കുന്നത്. നാട്ടിൽ പെണ്ണിന് ഒരുപാട് കിട്ടി, പൊന്നെ കിട്ടാത്തത്. അതല്ലേ ഞാനും പറഞ്ഞത്, പൊന്നാ കിട്ടാത്തത്. കിട്ടിയ പൊന്ന് നമ്മളെ തന്നെ ഇല്ലേ? വാ ഇങ്ങോട്ട്. ഞാൻ ആ പാർവതിയാർമുഖിലെ സഖാവ് ചെട്ടിയാരോട് സംസാരിച്ചിരുന്നു. ബിവറേജ് ലോഡിങ്ങാ, ഒറ്റ പോസ്റ്റേ ഉള്ളൂ. അവന് സൗകര്യം ഉണ്ടേ മതി, അല്ലെങ്കിൽ വേറെ ആണുങ്ങൾ നിൽപ്പുണ്ട്. ഞാൻ പിടിച്ചപ്പോഴാണ് എൻ്റെ ഷർട്ട് കയറിയത്. പുതിയ ഒരെണ്ണം വാങ്ങിച്ചു. വലിയ വിലയുള്ളതൊന്നുമല്ല. മരിയൊന്നും ഇതിൽ കക്ഷിയല്ല, നമ്മൾ ശത്രുക്കളും അല്ല. പക്ഷെ നിന്റെ പൊണ്ടാട്ടി കക്ഷിയാണ്. നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാം അല്ലേ? ഇളയതിന്റെ കെട്ടടത്തണം, മൂത്തതിന്റെ ബാക്കി കൊടുക്കാൻ കിടക്കുന്നു. എനിക്കുണ്ട് കല്യാണം നടത്തേണ്ട വകയിൽ കുറെ കടം. എല്ലാം ഇത് വെച്ച് തീർക്കേണ്ടത്. അതെടുത്ത് നിനക്കെന്ന് ഞാനെന്തോ ചെയ്യും? അത് നിന്റെ ഭാര്യയും കൂട്ടരും കട്ടോണ്ട് വന്ന മുതല. അതിൽ പങ്കേറുന്ന നീയും കള്ളന്, പെരും കള്ളൻ. നീ ഒരുമാതിരി കൊണച്ചവർത്തനം പറയാൻ നിൽക്കരുത്. ആരുടെ കള്ളൻ? നീ അധ്വാനിച്ച് ജീവിക്കുന്നവനാന്നല്ല പറഞ്ഞു. അധ്വാനിക്കുന്നവൻ എന്തിനാടാ സ്ത്രീധനം? അവൻ അധ്വാനിച്ച് കുടുംബം പോറ്റും. അല്ലാതെ പൊണ്ടാട്ടി കട്ടോണ്ട് വരുന്ന ഒരുപടിയും വെച്ച് കുടുംബകാര്യം നോക്കുന്നവൻ ആരടാ? കണ്ടവന്റെ കൊത്തിലെ തീട്ട കണ്ട് പട്ടിയെ വളർത്തരുത്. What the hell? ഇത്രയുള്ള വരിയാലോ നീ? അയാൾ അവനെ കുത്തി. കുത്തിയാ? അറിഞ്ഞൂടാ. നാളെ ഇവിടെ വരെ ഒന്ന് വരും. ഞാൻ വരാടി. ഞാൻ സ്റ്റെഫിയെ കൊണ്ടുപോകാൻ വന്നാ. മമ്മയ്ക്ക് തീരെ സുഖമല്ല. നിന്റെ കടപ്പുറത്ത് വേറെ പെണ്ണുങ്ങളൊന്നുമില്ലടാ കൂട്ടിരിക്കാൻ. അവരുടെ സ്വന്തം മോളെ കാണാനാ വിളിക്കുന്നത്. അങ്ങനെ ഇത്രയും പൊന്നിട്ട് നീ വീട്ടിൽ പോണ്ട. അജേഷിന്റെ അമ്മയില്ലേ? ആന്ന് മക്കളെ, അജേഷ് അവൻ കഴിഞ്ഞ ആഴ്ച കല്യാണത്തിന് പോയതാ. 2 ദിവസമായിട്ട് വിളിച്ചിട്ടും കിട്ടുന്നില്ല. നിന്നെ കാണാൻ വിളിച്ചായിരുന്നു എന്ന്. അജേഷിന്റെ പെങ്ങളാ. ആകെയുള്ള 3 സെന്റും വീടും പണയം വെച്ചുള്ള കളിയാ അവന്റെ. പോയി കിടക്കേ. How do you feel now? വിളിച്ചു നോക്കാൻ. ആ സൈഡിലാണോ? ബൈക്ക് തോരിക്കുന്നതാ. പെട്രോൾ ഉണ്ടാകുന്നു. ബസ്സിൽ കയറി കഴിഞ്ഞാൽ പിന്നെ പേടിക്കാനില്ല. നീ ധൈര്യമായിട്ട് പോകും. ഇത് അവന്റെ പൊണ്ണ. എനിക്ക് അവന്റെ വീട്ടിലേൽപ്പിക്കണം. ചേച്ചി എന്താ ചേച്ചി? ചത്തില്ലടാ. പക്ഷെ നീ എന്നെ കുത്തി
ഞാൻ ചത്തെന്ന് ഉറപ്പാക്കി കുഴിച്ചിട്ട് അതിൻ്റെ മേലൊരു ചുടല തെങ്ങും വെച്ച് അതിന് പൊടിപ്പുണ്ടോന്ന് ഉറപ്പാക്കിയിട്ട് നീ പോകാവൂ. ഇല്ലെങ്കിൽ ഞാൻ ആ കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് വരുവാടാ. അതിന് നിന്നെ കൊന്ന് 12 കൊല്ലം ജയിലിൽ പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതിന് വേറെ പരിപാടി കാര്യണ്ടാ. എങ്ങനെയത് എടുക്കടാ. സോറി. മരിയാനോ നിന്നോട് എന്താ ചെയ്തതെന്ന് എനിക്കറിയാം. നീ വിചാരിച്ചാലും അപ്പുറം മരിയാനോ. നീയാ സൂക്ഷിക്കേണ്ടത്. കൂടെ പറക്കേണ്ടത് നീയല്ലേ. ഇപ്പം നിന്റെ ദേഹത്ത് 4 പവൻ്റെ പൊന്നല്ലുള്ളൂ. അതോടെ കഴിഞ്ഞാൽ തീർന്നു. നിന്റെ മേത്ത് മണ്ണ് വീഴാൻ നോക്കണം. എൻ്റെ മേത്ത് മണ്ണ് വീണ നിനക്കെന്താ? ആ സ്വർണ്ണമൊക്കെ എടുത്തിടാൻ പറ. ആദ്യത്തെ പെരുന്നാളാണേ. നാട്ടുകാരൊക്കെ ഉള്ളതാ. വെറുതെ പറയിപ്പിക്കല്ലേ. ഇട്ടിട്ട് വാ. Yes, because God forbid that you should not keep up appearances for the neighbors. എന്നെ കൊന്നാ ഞാൻ എടുത്തില്ല. നീ ഇവിടെ വെച്ചുകൊണ്ടുപോയി കഴിഞ്ഞാൽ അവൻ വന്നെടുത്തോളൂ അല്ലേ? അങ്ങനെ ഒളിച്ചും പാത്തും വന്നെടുക്കുന്ന ഒരുത്തനൊന്നും അല്ല അവൻ. He's not a dog like you, Mario. What the is your problem? You stupid പൊന്നു കൊണ്ടുവന്ന് നിൽക്കണോടാ. ഓ അതിന് നേരം ആയില്ല മതി. കുറച്ചുകൂടി ഇരുട്ടട്ട്. ഇച്ചിരി മാറിയേക്ക്, തേങ്ങ തലയിൽ വീഴും. മരിയോ? അത് നിന്റെ മടിയിലുണ്ട്. വേണ്ട വേണ്ട, ഇപ്പൊ വേണ്ട. പിന്നെ ഞാൻ ചോദിക്കുമ്പോൾ മതി. നിന്നെ പള്ളിപ്പറമ്പിൽ തന്നെ കാണും. ഞാൻ വരും എൻ്റെ സ്വർണമായിട്ട്. ഓ പിന്നെ പോകുന്നതിന് മുമ്പ് ഒന്ന് യാത്ര പറയണം. കൺവട്ടത്ത് കാണണം. ഇനി നിന്നോട് വല്ലതും ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. നീ ഭാവികളുടെ ഭാരം ചോന്നാൽ മതി. എൻ്റെ ഭാരം ഞാൻ ഒറ്റയ്ക്ക് ചോന്നോളാം. മൊത്തം 6 ഇടവകയാണ്, നമ്മൾ 4-മത്തെയാ. അതിനകത്ത് കർത്താവ് കസറണം. അളിയന്റെ കയ്യിലിരിക്കുന്ന എന്റെ മുതലിന് എന്തോ വില വരുമായിരിക്കും. ഒന്ന് പോടാ അവിടുന്ന്. ഞാൻ പറയാം. പവൻ 60,000 വെച്ച് 12 പവൻ 7,20,000 രൂപ. 1 കിലോ ചെമ്മീൻ എന്തോ വില വരും? Oh, he's at his place. 500. അപ്പൊ അളിയന്റെ കേട്ടിൽ ആകെ കൊഞ്ചിന് എന്തോ വില വരും? എന്റെ മുതലിന്റെ ഒരു 10 ഇരട്ടി വരുമായിരിക്കും അല്ലേ? ഒരു 1000ന്റെ കൊഞ്ചിനെ അങ്ങ് തുറന്നു വിട്ടതാ. ഒരു സാമ്പിൾ എടുക്കട്ടെ. 5 മിനിറ്റിനുള്ളിൽ എന്റെ സ്വർണ്ണമായിട്ട് അളിയനെങ്കിൽ എത്തിയില്ലെങ്കിൽ പിന്നെ പൂരവാ. അളിയന്റെ കൊഞ്ചു മൊത്തം കായലി കിടക്കും. അവിടെ നിൽക്കാൻ. ഞാൻ ഈ ഷട്ടർ മൊത്തത്തിലങ്ങ് പൊക്കിയ വെള്ളപ്പാച്ചിലിൽ മടയെല്ലാം കൂടെ പൊട്ടും. പൊട്ടും. Princess Bride situation going on. Yep. Is he biting him? Yeah. Oh, damn. And that would be on part 2 reacts to Bone Man. File an FIR against me, bitch. If you saw it on YouTube, you saw a regular version because Gabber Irene actually full coverage of this and other Malayali films. You get a Patreon or channel membership. Stop the link in the description below. But you got to go check that out. And